ഇസ്രായേൽ ഓപ്പറേഷനിൽ ഹമാസിന്റെ ഉന്നത കമാൻഡർ കൊല്ലപ്പെട്ടതായി US. കഴിഞ്ഞയാഴ്ച ഹമാസ് ഗ്രൂപ്പിന്റെ മൂന്നാമത്തെ കമാൻഡറിനെ ഇസ്രായേൽ വധിച്ചു എന്നാണ് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നത്. ഹമാസിന്റെ മൂന്നാമത്തെ കമാൻഡർ മർവാൻ ഇസ കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടു. ഗസയിൽ വ്യോമാക്രമണം നടത്തി എന്ന് ഇസ്രായേൽ നേരത്തെ പറഞ്ഞെങ്കിലും മരണം സ്ഥിരീകരിച്ചിരുന്നില്ല. ഹമാസിന്റെ മുതിർന്ന കമാൻഡർമാർ ഉൾപ്പെടെ 1000 ഹമാസ് പോരാളികളെ വധിക്കുകയും ചെയ്തതായി US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സലിവൻ പറഞ്ഞു. ബാക്കിയുള്ള മുൻനിര നേതാക്കൾ ഒളിവിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാർച്ച് 9-10 തീയതികളിൽ സെൻട്രൽ ഗസയിലെ ഒരു ഭൂഗർഭ വളപ്പിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇസയെ ലക്ഷ്യം വെച്ചതായി മാർച്ച് 11-ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞിരുന്നു. ഭക്ഷണവും വെള്ളവും കിട്ടാക്കനിയായ വടക്കൻ ഗസയിൽ കൊടും പട്ടിണിയെന്നും ഐക്യരാഷ്ട്ര സംഘടന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രദേശത്തെ 70% പേരും പട്ടിണിയിലാണ്. വടക്കൻ ഗസയിൽ ക്ഷാമം ആസന്നമാണെന്നും 18 ലോക ഭക്ഷ്യ പരിപാടി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. ഗസയിലെ എല്ലാവരും ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ്. വടക്കൻ ഗസയിൽ 2,10,000 പേർ കടുത്ത പട്ടിണിയിലാണ്. റഫയിലേക്ക് ഇസ്രായേൽ ആക്രമണം വ്യാപിച്ചിരിക്കുകയുമാണ്. ഗസയിലെ 23 ലക്ഷം പേരെ പട്ടിണിയിലേക്ക് തള്ളിവിടരുത് എന്ന മുന്നറിയിപ്പും നൽകി. മാനുഷിക സഹായം ഇറക്കുമതി ചെയ്താൽ ഇസ്രായേലിന്റെ കഠിന നടപടികളിലൂടെയാണ് കടന്നു പോകേണ്ടി വരിക എന്ന സഹായം ഗ്രൂപ്പുകളിൽ പറയുന്നുണ്ട്. ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണങ്ങളും ആക്രമണവും മൂലം വടക്കൻ ഗസയിൽ സഹായ വിതരണം പോലും അസാധ്യമാകുന്നുണ്ടെന്ന ഒരു സൈഡിൽ നിന്നുള്ള വാർത്ത വരുന്നു. അതേസമയം അൽ-ഷിഫ ആശുപത്രിയിൽ 4ാം തവണയും ഇസ്രായേൽ സൈന്യം വീണ്ടും കടന്നു കയറി ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടും വരുന്നു. അൽ ജസീറയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആശുപത്രിയിൽ മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുകയാണെന്നും ഗസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 31,726 ആയെന്ന റിപ്പോർട്ടും വരുന്നു. ഇസ്രായേലിന് ഇന്ധനം നൽകരുത് എന്ന മുന്നറിയിപ്പും വരികയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെയും മനുഷ്യാവകാശ വിദഗ്ധരുമാണ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. ഗസയിൽ നടത്തുന്ന വംശഹത്യ ചൂണ്ടിക്കാട്ടിയാണ് ആവശ്യം മുന്നോട്ട് വന്നത്. അമേരിക്ക, ബ്രസീൽ, റഷ്യ, അസർബൈജാൻ, അതുപോലെ തന്നെ കസഖിസ്ഥാൻ എന്നിവിടങ്ങളിലൂടെ 3 കമ്പനി ഇസ്രായേൽ സൈന്യത്തിന് എണ്ണ വിതരണം ചെയ്യുന്നുണ്ട് എന്നും ഓയിൽ ചേഞ്ച് ഇന്റർനാഷണലിന്റെ ഗവേഷണ റിപ്പോർട്ട് ഉദ്ധരിച്ച UN മനുഷ്യാവകാശ വിദഗ്ധരായ മൈക്കൽ ഫബ്രി ചൂണ്ടിക്കാട്ടി. സൗദി അറേബ്യ, UAE, ഇറാഖ്, ഈജിപ്ത് എന്നിവ വഴി ഇസ്രായേലിന് പതിവായി എണ്ണ ലഭിക്കുന്നുണ്ട് എന്നും ഈ രാജ്യങ്ങളിലെല്ലാം ഗസയിലെ ഇസ്രായേലിന്റെ നടപടികളെ അപലപിച്ച് വരികയാണെന്നും ഇസ്രായേലിന് എണ്ണ വിതരണം ചെയ്യുന്നവർ ഈ വംശഹത്യയിൽ പങ്കാളികളാണെന്നും അദ്ദേഹം പറഞ്ഞു.